അങ്ങനെ ഒരു ടർബോ കഴിഞ്ഞു, ഇനി അടുത്ത ടർബോ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ടർബോ എൻ്റെ അമ്മേ, അതിൻ്റെ ഒരു ഹാങ് ഓവറിലാന്ന് തോന്നുന്നു എടുത്തു വെച്ചേക്കുന്നത്. ഈ പെണ്ണുപിള്ളയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം തന്നെ ഈ പെണ്ണുപിള്ളയുടെ ഫോട്ടോ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ബിന്ദു പണിക്കർ. ഓഹ്, എന്താണ് പോയത്, എന്താണ് സംഭവിച്ചത്? മമ്മൂക്കയുടെ കൂടെ ഒരു അനിയത്തി കൊച്ചായിട്ട് അഭിനയിച്ച തുടങ്ങിയതാണ് യാത്ര. ആ ബിന്ദു പണിക്കറാണ് ഇപ്പോൾ മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മോ, പണി. പക്ഷേ കിടിലം അഭിനയം. ആ പെണ്ണാണോ ഈ കാണിച്ചു കൂട്ടിയത് എന്നാണ്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ റോളാണ്. പിന്നെ ഓബിയസ്ലി മമ്മൂക്കയുടെ റോള് നമുക്കിഷ്ടമാണ്. മമ്മൂക്ക, ദ മാൻ, ദ ലിവിങ് ലെജൻഡ്. അയ്യോ, എന്തൊക്കെയാണ് സംഭവിച്ച പടത്തിലെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ആദ്യത്തെ, അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്, ഇത് പലർക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഈ വലിയ എക്സ്പെക്റ്റേഷനോടൊന്നും പോയി കാണരുത്. അതാണ് ഈ പടത്തിനൊക്കെ ഉള്ള പ്രശ്നം. മമ്മൂക്ക എപ്പോഴും പറയാറുണ്ട്, പുള്ളിയുടെ സിനിമ ഇറക്കുന്നതിന് മുമ്പ്, ബ്രഹ്മയുഗത്തിന് മുമ്പേയൊക്കെ പുള്ളി പറഞ്ഞതാണ്, നിങ്ങളൊരു ക്ലിയർ മൈൻഡോടെ വരണം എന്ന്. നമ്മളെപ്പോഴും ക്ലിയർ മൈൻഡോടെ വേണം പോയി സിനിമ കാണാൻ. ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് മാത്രം സിനിമയെ കാണുക. അല്ലാതെ ഇപ്പോൾ ഞാനൊക്കെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് പോയി ഫ്രീ മൈൻഡോടെ കാണുന്നു. ചിലർ റിവ്യൂ പറയാനായിട്ട് പോയിട്ട് ഒരു എക്സ്പെക്റ്റേഷനോട് കാണുമ്പോഴാണ് അവർ ഈ പറയുന്നത് ഇത് നനഞ്ഞ പടക്കമാണ്, ഇത് അണ്ടിയാണ്, ഇത് മയിലാണെന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല. ഒരു നല്ലൊരു പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണ്, കാരണം ഇത് ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുക്കണ്ടേ. ഇപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ക്യാരക്ടർ, ഇപ്പോൾ ടർബോ ജോസ് എന്ന് പറയുന്ന ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുക്കുമ്പോഴേക്കും അത്രയും സമയം പിടിക്കും. അത് പിന്നെ കുറച്ചൊക്കെ സ്ലോ ആണ്. വൈശാഖിൻ്റെ അറിയാമല്ലോ, വിശാഖ്, ഇത് എങ്ങനെ പറയണമെന്നറിയില്ല, വിശാഖ് എന്ന് തന്നെ പറയാം. പക്ഷേ ബിന്ദു പണിക്കരുടെ കാര്യം ഞാൻ പിന്നെയും പറയാണ്, ഭയങ്കരമായിപ്പോയി ഇത്. എന്തൊരു അഭിനയമാണ് പെണ്ണുമ്പിള്ള. 92 എങ്ങാണ്ടാണ് ഇൻട്രൊഡ്യൂസ് ആയത്. മറ്റേ കൊച്ചിൻ ഹനീഫയുടെ വാത്സല്യം സിനിമയിലാണ്. അതിൻ്റെ ക്ലിപ്പാണ് ഞാൻ നേരത്തെ വെച്ചത്. അപ്പോൾ ആ പടത്തിൻ്റെ റിവ്യൂ പോലെ ആയി പോകും ഇത്. പിന്നെ രാജ് ഷെട്ടി, ഇയാളെയൊക്കെ എന്തിനാണ് പിടിച്ചെടുത്തുകൊണ്ട് വന്നതെന്ന് ചില ആൾക്കാർ വിചാരിക്കും. പക്ഷേ ഒരു ഡിഫറൻസാണ്, ഒരു ഡിഫറൻസ് ഇൻ ക്യാരക്ടർ ആൻഡ് ഡിഫറൻസ് ഇൻ മേക്കിംഗ് ആണ് അതാണല്ലോ സിനിമ. അല്ലാതെ എല്ലാ സിനിമയും ഒരേപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വളിപ്പായി പോകില്ലേ. ഒരു ക്രിയേറ്റിവിറ്റി വേണ്ടേ. നല്ല രസമായിട്ടുണ്ട് പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ്. മറ്റേ എന്നാണ് പോകുന്നത്, മറ്റേ പടക്കം ഇട്ട് പൊട്ടിക്കുന്ന പോലെ അടി എന്ന് പറഞ്ഞാൽ എന്താണിത്, അമാനുഷ്യമായിട്ടുള്ള മനുഷ്യനല്ല ഇയാളൊന്നും. അല്ലാതെ തന്നെ ഇയാൾ മനുഷ്യനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇയാൾക്ക് എന്തോ ഗിഫ്റ്റൊക്കെ ഉണ്ട്. ഈ രാജശെട്ടി അല്ല, മമ്മൂക്കയുടെ കാര്യമാണ് പറയുന്നത്. ഇയാൾക്ക് എന്തോ ഗിഫ്റ്റൊക്കെ ഉണ്ട്. അല്ലാതെ ഈ പ്രായത്തിൽ എന്തൊരു സ്റ്റണ്ടൊക്കെയാണ് ഇയാൾ ചെയ്യുന്നത്. അത് ചുമ്മാതെ, അത് കുറേയൊക്കെ മറ്റേ എഡിറ്റിങ്ങിലൊക്കെ കറക്റ്റാക്കിയാലും കുറേയൊക്കെ ഫേസിൽ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഈ ഏജിൽ ഭയങ്കരം തന്നെയാണ്. ഇയാളുടെ ഏജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ ആൾക്കാർ ഈ ഫോറിനേഴ്സൊക്കെ ഞെട്ടുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ തന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ 1-2 ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഞെട്ടിയിട്ടൊക്കെ ഉണ്ട്. 50 വയസ്സാണ് ഇയാളെ കാണുമ്പോൾ ഏജ് പറയുക. എന്തൊരു പെർഫോമൻസ്, എന്തൊരു മനുഷ്യനാണ്. അത് ഈ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് മറ്റേ മറ്റേ തല്ലുമാല അതിൻ്റെയൊക്കെ ആ ഒരു രീതിയിലൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇടി എന്നും പറഞ്ഞുകൊണ്ട് ഇടിച്ചങ്ങ് തകർക്കുകയാണ്. ഞാൻ വീടുകയാണെങ്കിൽ എൻ്റെ കൂടെ ഒരു 10-15 പേരെങ്കിലും വീഴുമെന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗൊക്കെ ഉണ്ട്. അത് പിന്നെ രാജ് ഷെട്ടി മറ്റേ വീഡിയൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെയാണ് കുറച്ചൊക്കെ മറ്റേ വലിയ കാശുകാരൻ വീഡിയോ വലിക്കുന്നത്. അതൊരു ക്ലീശയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ക്ലീശയൊക്കെ ഉണ്ട് ഈ പടത്തിൽ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാലും അതിനെയൊക്കെ ഇങ്ങനെ മായ്ച്ചു കളയാൻ ഒരൊറ്റ പേര് മതി, മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനുണ്ടല്ലോ. ഈ ഒരു മനുഷ്യൻ തന്നെയാണോ ഇയാൾ? മറ്റേ ഈ ഗാനഗന്ധർവൻ, ഞാൻ ഗന്ധർവൻ എന്നൊക്കെ പറയുന്ന പോലെ മറ്റേ എന്തോ അഭിനയിക്കാൻ ആയിട്ട് ജനിച്ച ഒരു ഗന്ധർവൻ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്താണേലും ഒരു അലാതി സാധനം തന്നെ, ഒരു ഇജാതി സാധനമാവനെ നീ എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഒരു സിനിമയാണ്. കുറച്ചൊക്കെ സ്ലോ, ഞാൻ പറഞ്ഞ പോലെ. അല്ലാതെ വലിയ വളിപ്പൊന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇയാളുള്ളതുകൊണ്ട്. ഇതിപ്പോൾ വേറെ വല്ലവരായിരുന്നെങ്കിൽ, നമ്മുടെ മോഹൻലാൽ വേണ്ട, പൃഥ്വിരാജൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചൊക്കെ വളിപ്പായി പോയേനെ എന്ന് പറയാം. ദിലീപൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ച് വളിപ്പായി പോയേനെ. കാരണം ആ ഒരു ബിൽഡപ്പ്, സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ബിൽഡപ്പൊക്കെ നമ്മൾ ടോളറേറ്റ് ചെയ്ത് പോകുന്ന മമ്മൂട്ടി കാരണമാണ്. അതാണ് മമ്മൂട്ടി കമ്പനി. ഭയങ്കര ഒരു പടം തന്നെ, നല്ലൊരു വർത്ത് വാച്ച്, ഫുൾ എൻ്റർടൈനറാണ് പടം, നല്ല രസമുണ്ട്.